ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്രേസി ക്രാഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഫീസിലേക്ക് സ്വാഗതം. ഏതൊരു ആഘോഷത്തിനും നമ്മൾ കുറച്ച് മധുരം കഴിക്കുമല്ലേ? ആ മധുരത്തിൽ ഏറ്റവും മുൻപതിൽ നിൽക്കുന്ന ആരാണ്? നമ്മുടെ ലഡു തന്നെ. ഒരു മോത്തിച്ചൂർ ലഡു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല മധുരവും നല്ല സോഫ്റ്റും ആയിട്ടുള്ള മോത്തിച്ചൂർ ലഡു എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഫസ്റ്റ് ബൂന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 5 കപ്പ് കടലമാവ് എടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന കപ്പിൽ 5 കപ്പ് എന്ന് പറയുമ്പോൾ 1/2 കിലോയാണ് വരുന്നത്. മാവ് നല്ല അരിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതിൽ തരിതരിയായിട്ട് കിടക്കുകയാണെങ്കിൽ മിക്സ് ചെയ്തെടുക്കാൻ പാടായിരിക്കും. അതിലൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കേസരി പൗഡർ മിക്സ് ചെയ്യുകയാണ്. ഓറഞ്ച് കേസരി പൗഡറാണ് എടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ട് അതിൽ 1/4 ടീസ്പൂണിൽ നിന്ന് കുറച്ചും കൂടെ കുറവ് കേസർ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഓറഞ്ച് കേസർ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഒഴിച്ചതിന് ശേഷം കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇഡലി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിന് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത്രയും തിക്നെസ് വേണം. ബൂന്തി ചെയ്യാനുള്ള ബാറ്റർ റെഡിയായി. ഈ കളറിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് പഞ്ചാര പാനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. 1/4 കപ്പിൻ്റെ പഞ്ചസാര 4 പ്രാവശ്യമായിട്ട് ഇടുകയാണ്. പൊടിച്ച പഞ്ചസാരയൊന്നും വേണ്ട, നമുക്ക് സാധാ പഞ്ചസാര മതി. എന്നിട്ട് നമ്മൾ പഞ്ചസാര അളന്നെടുത്ത് അതേ കപ്പിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കത് തിളപ്പിച്ചെടുക്കാം. പഞ്ചാര പാനിയാവുന്നത് വരെ അത് തിളച്ച് വറ്റണം. പാനി ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കലക്കിയ കണക്ക് ഒന്നും കൂടി കേസർ പൗഡർ കലക്കി അതിലൊഴിച്ചു കൊടുക്കണം. 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒരു 1/4 ടീസ്പൂൺ കേസർ പൗഡർ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല തിളച്ച് കുറുകി വരുന്നുണ്ട്, പാനിയായി വരുന്നുണ്ട്. ഇതുപോലൊരു ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ എത്ര കുലുക്കിയാലും നല്ല ലൂസാവാതെ പോകണം, നല്ല തിക്കായിട്ടിരിക്കണം. ആ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമ്മളിത് കുറുക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ടൈഗറിൻ്റെ റോസ് മിക്സ് ഒരു 3 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ഒരു മോത്തിച്ചൂർ ലഡുവിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ്. പഞ്ചാരപ്പാണിയുടെ കറക്റ്റ് കൺസിസ്റ്റൻസി അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് നോക്കിയാലും മതി. നല്ല തിക്കായിട്ടും നല്ല 1 സ്ട്രിങ് രീതിയിലുമാണ് വരുന്നതെങ്കിൽ നമുക്ക് കറക്റ്റാണ് പാനി കാച്ചിയത്. ഇനി അത് ഓഫ് ചെയ്തതിന് ശേഷം അതിൽ 1/4 കപ്പ് നെയ്യ് ഒഴിക്കുകയാണ്. 1/4 കപ്പ് നെയ്യ് എന്ന് പറയുന്നത് 4 ടേബിൾ സ്പൂൺ നെയ്യാണ്. അത് നല്ല മിക്സ് ചെയ്തെടുക്കണം. ഇനി ബൂന്തി ഉണ്ടാക്കി തുടങ്ങിയാണ്. സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. കുറച്ചും കൂടി സോഫ്റ്റായും ടേസ്റ്റായിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ട് ഗീയിൽ തന്നെ ബൂന്തി ഉണ്ടാക്കി എടുക്കുന്നതാണ് നല്ലത്. പക്ഷേ കോക്കനട്ട് ഓയിൽ നമ്മൾ യൂസ് ചെയ്യാനേ പാടില്ല. അതിൻ്റെ സ്മെല്ല് ലഡുവിന് നല്ലതുപോലെ അറിയാൻ പറ്റും. എണ്ണ നല്ല ചൂടായി വന്നതിന് ശേഷം ഇതുപോലെ ഒരു കണ്ണാപ്പയിൽ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൽ വീഴുന്ന ബൂന്തി, നമുക്കിത് വലിയ ഹോളായതുകൊണ്ട് ബൂന്തിയും കുറച്ച് വലുതാണ്. ഇതിന് ചെറുത് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാനും പറ്റും. ഒരു പ്ലാസ്റ്റിക് ബോക്സിലോ അല്ലെങ്കിൽ ബോട്ടിലിലോ ഇതുപോലെ ഒന്ന് കുഞ്ഞു ഹോളിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല രീതിയിൽ തന്നെ ബൂന്തി കണക്ക് നമുക്ക് കിട്ടും. ബൂന്തി നല്ല ക്രിസ്പി ആവാതെ 1/4 വേവുന്ന പരുവാകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പഞ്ചാര പാനിയിൽ ഇട്ട് കൊടുക്കണം. ആ ചൂടോടെ തന്നെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നമ്മൾ എല്ലാ ബാറ്ററും വെച്ച് ബൂന്തി ഉണ്ടാക്കിയെടുക്കുകയാണ്. ബൂന്തി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. അതിഞ്ഞ് പഞ്ചസാര പാനിയിലിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. പാനിയിലെ മധുരം എല്ലാം ബൂന്തിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അതിലൊരു 1/2 ടീസ്പൂൺ പൊടിച്ച ഏലക്ക ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ലഡുവിൽ കഴിക്കുമ്പോഴത്തേക്ക് ഏലക്ക കടിക്കുക, അത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പാനിയിൽ തന്നെ ഏലക്ക കുറച്ചിട്ട് കൊടുത്തിട്ട് ബൂന്തി ഇടുന്നതിന് മുമ്പ് അത് മാറ്റിയാൽ മതി.
ബൂന്തി കുറച്ച് വലുതായതുകൊണ്ട് മിക്സിയിലിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇതുപോലെ എല്ലാ ബൂന്തിയും പൊടിച്ചെടുക്കുന്നുണ്ട്. നല്ല ചെറിയ ചെറിയ തരികളായിട്ട് കിട്ടുന്ന രീതിയിൽ പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ 1 കിലോ മാവിലാണ് ബൂന്തി ഉണ്ടാക്കിയെടുത്തത്. ഇപ്പോൾ ലഡുവിന് മാത്രമല്ല, ഞാനൊരു ലഡു കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഫ്രൈഡേ തന്നെ ഇടുന്നുണ്ട്. ബൂന്തി എല്ലാം നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തു. എന്നിട്ട് കുറച്ച് നെയ്യിൽ കാഷ്യൂസും റൈസൻസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നല്ല ചൂടോടെ തന്നെ വെച്ചേക്കാണ്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ബൂന്തി ഇതുപോലെ ഉരുട്ടിയെടുക്കാം. എടുക്കുമ്പോൾ ഈ ചൂട് നെയ്യിൽ തന്നെ ഒന്ന് മുക്കി ഉരുട്ടിയെടുക്കണം. നല്ല ചൂടോടെ തന്നെ മുക്കിയെടുക്കണം. എന്നാൽ മാത്രമേ നല്ല ഷേപ്പിന് നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടത്തുള്ളൂ. നല്ല ചൂട് നെയ്യായിരിക്കണം മുക്കിയെടുക്കേണ്ടത്. ലഡുവിന് ഉരുട്ടുന്നതിൻ്റെ കൂടെ തന്നെ ആ ചൂടോടെ തന്നെ കാഷ്യൂവും റൈസനും ഒക്കെ വച്ച് വേണം ഉരുട്ടിയെടുക്കാൻ. അല്ലാതെ നമുക്ക് വയ്ക്കുമ്പോഴത്തേക്കും ഭയങ്കര പാടായിരിക്കും. നല്ല കറക്റ്റാக പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുമില്ല. ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മെഷറിംഗ് കപ്പൊന്നും ഇല്ലാതെ തന്നെ ലഡു ഉണ്ടാക്കുന്ന, നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന കണക്കത്തെ സാധാ യെല്ലോ ലഡു ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. കുറച്ച് ലഡുവേ ഉണ്ടാക്കിയോളൂ, ബാക്കി ഞാൻ കേക്കിന് വേണ്ടിയിട്ട് മാറ്റി. നല്ല നേര മണവും മധുരവും ഒക്കെ ഉണ്ടായിരുന്നു ഈ ലഡുവിന്. നല്ല സോഫ്റ്റായിരുന്നു. നിങ്ങളിത് വീട്ടിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മൾ ഈ സ്വീറ്റ് ഷോപ്സിലൊക്കെ കിട്ടുന്ന അതേ കണക്കത്തെ ടേസ്റ്റ് തന്നെയായിരുന്നു. ചാൻസ്ലെസ് സാധനമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, ബൈ.